ഒരു നിർണായക തെളിവ് കണ്ടെത്തിയിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് അതിനിർണായകമെന്ന് പറയാവുന്ന ഒരു തെളിവ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാട് നടത്തിയതിന് ഒരു വലിയ തെളിവ് കിട്ടിയിരിക്കുകയാണ്. സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നാലെയാണ് ഇടപാടുകൾ നടന്നിരിക്കുന്നത്. 2020, 21, 22 വർഷങ്ങളിൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഭൂമി ഇടപാടുകൾ നടത്തിയതിനും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾ വാങ്ങിച്ചതായും തെളിവുകൾ കിട്ടി. പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയാണ് കണ്ടെത്തൽ. വീട് കേന്ദ്രീകരിച്ച തുടർന്നും അന്വേഷണം നടത്തുമെന്ന് അറിയാൻ കഴിയുന്നു. ആറന്മുളയിലെ വീട്ടിലായിരുന്നു SIT സംഘം റെയ്ഡ് നടത്തിയത്. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിന്റെ വീട്ടിലെത്തി പരിശോധന ആരംഭിച്ചത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘമായിരുന്നു പരിശോധന നടത്തിയത്. വീടിനോടുള്ള ചേർന്നുള്ള ഓഫീസ് മുറിയിലാണ് പ്രധാനമായിട്ടും പരിശോധിച്ചത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്തെ ഇടപാടുകൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തേടിയായിരുന്നു പരിശോധന. ശബരിമലയിൽ യോഗാദണ്ഡിൽ സ്വർണം പൂശുന്നതിൽ പത്മകുമാറിന്റെ മകന്റെ പങ്കും പരിശോധിച്ചു വരികയാണ്. യോഗാദണ്ഡിൽ സ്വർണം പൂശുന്നതിന്റെ ചുമതല പത്മകുമാറിന്റെ മകനാണ് നൽകിയിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ തട്ടിപ്പ് നടത്താൻ അവസരം ഒരുക്കി കൊടുത്തതിൽ പത്മകുമാറിന്റെ പങ്ക് SITക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കം നിരവധി പ്രമുഖരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും. അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴിയിലൂടെ കടകംപള്ളിയിലേക്കാണ് കൂടുതൽ അന്വേഷണ സംഘത്തിന്റെ നീക്കം നടക്കുന്നത്. സ്വർണ്ണപ്പാളികൾക്ക് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകിയത് സർക്കാരിനാണെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫയൽ ദേവസ്വം ബോർഡിന്റെ മുന്നിലെത്തിയിരിക്കുന്നത് എന്നുമാണ് പത്മകുമാറിന്റെ മൊഴി. ഈ മൊഴിയാണ് കേസിന്റെ അന്വേഷണം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായിട്ട് ദേവസ്വം ബോർഡിലെ കൂടുതൽ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുവാനായി അറസ്റ്റിലായ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുവാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിച്ച് ചോദ്യം ചെയ്തതോടെ സ്വർണ്ണപ്പാളികൾ സംബന്ധിച്ച ഫയലുകളുടെ നീക്കത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത കൈവരിക്കാൻ ആകുമെന്ന പ്രതീക്ഷ അന്വേഷണ സംഘത്തിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വഴിത്തിരിവുകൾ ഉണ്ടായേക്കും എന്നാണ് സൂചന. അയ്യപ്പന്റെ സ്വർണം കട്ടാൽ അധികകാലം സുഖിച്ചു വാഴാമെന്ന് കരുതിയവർക്ക് തെറ്റിപ്പോയി. ഓരോ പഴുതും ഓരോ ദിവസവും പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ വീട്ടിൽ SIT പരിശോധനയിലായിരുന്നു ഈ കണ്ടെത്തലുകൾ എല്ലാം നടത്തിയിരിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ അനുസരിച്ച് സ്വർണ്ണക്കൊള്ളയ്ക്ക് തുടക്കമിട്ടത് പത്മകുമാറാണ്. ബോർഡ് യോഗത്തിലെ മിൻസിൽ കൃത്രിമം കാട്ടി കൊള്ളയ്ക്ക് തുടക്കമിട്ടത് അദ്ദേഹമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം അപഹരിക്കാൻ വേണ്ട ഒത്താശകളെല്ലാം ചെയ്തു കൊടുത്തതും പത്മകുമാർ തന്നെ. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ പത്മകുമാർ ഗുരുതര വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.